മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, അതുപോലെ MB ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പുഷ്പചക്രം സമർപ്പിക്കുന്ന അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻപിള്ള, A വിജയരാഘവൻ തുടങ്ങിയ ആളുകളെയും നമുക്ക് കാണാം. ഒരുപക്ഷെ ഇവരൊക്കെ ഒരേ കാലഘട്ടം പ്രവർത്തിച്ചവരാണ് എന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകളും ഇവർക്കുണ്ടാകും. കൺമുന്നിൽ ചേതനയേറ്റ് കിടക്കുന്ന VS എന്ന് പറയുന്ന അതികായൻ്റെ ജീവിത പുസ്തകത്തിൽ ഇവർക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ കലഹിച്ചും സ്നേഹിച്ചുമൊക്കെ തന്നെ ഒരുപാട് കാലം മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും ഒരു രാഷ്ട്രീയ ജീവിതം പങ്കുവെച്ച ആളാണ് VS അച്യുതാനന്ദൻ. എതിർക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെ തന്നെ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ കാർക്കശ്യം കുറച്ചിട്ടില്ല എന്നത് നമ്മൾ എടുത്തു പറയണം. എസ് രാമചന്ദ്രൻപിള്ള പുഷ്പഹാരം അർപ്പിക്കുകയാണ്. ആദരാഞ്ജലികളോട് ഒരുപക്ഷേ ഈ നേതാവ് പൊളിറ്റ് ബ്യൂറോയ്ക്ക് അകത്തും പുറത്തും എടുത്ത നിലപാടുകളൊക്കെ തന്നെ ഇവരുടെ മനസ്സിൽ ഓളം വെട്ടുന്നുണ്ടാകും. ഓർമ്മയുടെ ഇരമ്പലിൽ ഒരുപക്ഷെ A വിജയരാഘവനെ പോലെ എത്രയോ ആളുകൾ അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നിയാൽ നേതാവിൻ്റെ മുഖം നോക്കാതെ പറഞ്ഞിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു നേതാവിൻ്റെ വിയോഗം അവരൊക്കെ തന്നെ ഇപ്പോൾ അനുഭവിച്ചറിയുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വഴി എന്നുള്ളത് ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയല്ല എന്ന് തെളിയിച്ച ആൾ കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. VS ഒരു കാര്യം പറയുന്നു അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങൾ ലഭിച്ച കാലഘട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ഒരാളിനും VS എടുത്ത നിലപാടുകളെ മാറ്റി പറയാൻ കഴിയില്ല. VS ഒരുപക്ഷെ VSൻ്റെ ജീവിത പുസ്തകത്തിൽ വന്നുപോയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ മറ്റൊരു മുഖമുണ്ടെങ്കിൽ അത് അനാവരണം ചെയ്യാൻ ധൈര്യം കാണിച്ച അതികായനായിരുന്നു VS അച്യുതാനന്ദൻ. ഗോപികൃഷ്ണൻ, VS ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം VS എങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കപ്പുറം, പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ സാമാന്യ ജനതയുടെ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സ്വത്തായി VS അച്യുതാനന്ദൻ എങ്ങനെ മാറി എന്നത് നമുക്കറിയാം. സംഘടനാ തലത്തിൽ വളരെ വേഗം വളരാൻ കഴിഞ്ഞ നേതാവാണ് VS അച്യുതാനന്ദൻ. പക്ഷേ പാർലമെന്ററി ജീവിതത്തിൽ VSന് അത്ര അനായാസമായ ഒരു വളർച്ച ആദ്യഘട്ടങ്ങളിൽ കിട്ടിയിരുന്നില്ല. നമുക്കറിയാം 1965 അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് ഉൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് VS മത്സരിച്ചത്. പക്ഷേ ആ മത്സരത്തിൽ VS തോൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ തോറ്റുകൊണ്ടായിരുന്നു VSന്റെ പാർലമെന്ററി രംഗത്തേക്കുള്ള തുടക്കം. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അതേ മണ്ഡലത്തിൽ നിന്ന് VS ജയിച്ച് നിയമസഭയിലെത്തി. ഒരേ സമയം തന്നെ നിയമസഭയ്ക്കകത്ത് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി വ്യതിചലിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെയും സമര വീര്യം ചോരാതെ നിലപാട് ഉറപ്പിച്ച വ്യക്തിയായിരുന്നു VS. ആദ്യഘട്ടങ്ങളിൽ പാർട്ടി വൃത്തങ്ങൾക്ക് പുറത്ത് VSന് വലിയ ശ്രദ്ധ കിട്ടിയിരുന്നില്ല. വലിയ അർത്ഥത്തിൽ VSന് മേലൊരു ശ്രദ്ധ പതിഞ്ഞിരുന്നില്ല. അതിനുശേഷം VS ആദ്യമായി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് കേരളത്തിന്റെ പൊതുസമൂഹം VS അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അത് 90കളുടെ തുടക്കമായിരുന്നു. ആ ഘട്ടത്തിലാണ് കുട്ടനാട്ടിലെ നെൽവയലുകൾ നികത്തിക്കൊണ്ട് അവിടെ ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ അത് പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ബോധവാനാവുകയും അദ്ദേഹം സമരരംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം 2001 പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അതോടൊപ്പം തന്നെ കൊക്കക്കോള കമ്പനിക്കെതിരെ അദ്ദേഹം പ്ലാച്ചിമടയിൽ നടത്തിയ സമരം, മതികെട്ടാൻ സമരം, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2006 VS അച്യുതാനന്ദനെ മത്സരരംഗത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ VSന് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ പാർട്ടി പ്രവർത്തകർ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചതും അങ്ങനെ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ടും VS അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അങ്ങനെ 2006 VS നിയമസഭയിൽ ജയിച്ചു കയറുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. സാധാരണ നമ്മുടെ മുന്നിലുള്ള ഒരു പതിവ് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ പല വിഷയങ്ങളിലും ശക്തിയുക്തം നിലപാടുകൾ സ്വീകരിക്കുകയും എന്നാൽ അധികാരത്തിലെത്തുമ്പോൾ, ഭരണ തലത്തിലെത്തുമ്പോൾ അതെല്ലാം മറന്നു പോവുകയും മറിച്ച് അതിന്റെ പ്രയോക്താക്കളായി മാറുകയും ചെയ്യുന്ന മുൻ അനുഭവങ്ങളാണ് കേരളത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.